നിങ്ങൾ ആ താടി മീശം വളർത്തിയിട്ട് ലൊക്കേഷനിലേക്ക് പോവാ, അവിടെ വെച്ച് നമുക്ക് ബാക്കി ചെയ്യാമെന്ന്. അപ്പം ഞാൻ എല്ലാം അവിടുന്ന് ഓൺ ദ സ്പോട്ട് ആണ്. താടി മീശം വളർത്തിട്ട് പോയി റോണക്സ് അത് ഇങ്ങനെ ബുൽഗാൻ പോലെയൊക്കെ ആക്കി മീശ വരിച്ചു വെച്ചു. ഇവിടെ ഒരു മാർക്ക് തന്നൊരു ചെറിയ വെട്ടിന്റെ പോലത്തെ കോണ്ടാക്ട് ലെൻസ് വെച്ചു. എന്നിട്ട് തൊപ്പി വെച്ചു, ഡ്രസ് ഇട്ട് അവിടെ അബുവായി. ആദ്യത്തെ 8 വർഷം 2005 തൊട്ട് 2012 വരെ 28 പടങ്ങളായിരുന്നു. ട്രിവാൻഡ്രം ലോഡ്ജ് ആയപ്പോ അതെനിക്ക് ബ്രേക്ക് ആയി. അടുത്ത 8 വർഷത്തെ കണക്ക് നോക്കുവാണെങ്കിൽ 100 പടം കംപ്ലീറ്റ് ചെയ്തു. ICICI ബാങ്കിൽ നിന്നിരുന്ന ഒരാള് സിനിമാ ലോകത്തേക്ക് എത്തിപ്പെട്ടത് അത് എവിടുന്നായിരുന്നു എന്നുള്ള കഥയാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത്. ICICI ബാങ്ക് ഞാൻ നാഗ്പൂരിലായിരുന്നു. അത് കഴിഞ്ഞ് ബിർള സൺ ലൈഫില് കോട്ടയത്ത് വർക്ക് ചെയ്തു. അതിനുശേഷം എയർടെലിൽ പോയി. എയർടെലിന്റെ ഒരു കണക്ഷന്റെ കാര്യം സംസാരിക്കാനാണ് ഞാൻ MG ശ്രീകുമാർ സാറിന്റെ വീട്ടിൽ പോയത്. എനിക്ക് എവിടെയോ ഇപ്പം ഞാനിത് പറഞ്ഞാൽ ചിലപ്പോ അത് ആൾക്കാരൊക്കെ ഞാൻ വെറുതെ പറയാം, പക്ഷെ എനിക്ക് എന്തോ സിനിമ എന്തോ എനിക്ക് എന്തോ ഒരു നമ്മുടെ ഈ തോട്ട് പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. അച്ഛാ എനിക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. ഞാൻ സിനിമ ഒന്ന് ഒരു 6 മാസം ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഓൾറെഡി സിനിമ വന്നല്ലോ, 6 മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് സിനിമകൾ കിട്ടിയില്ലെങ്കിൽ ഇനി എനിക്ക് വേറെ ഏതെങ്കിലും ജോലി കിട്ടും. ഈ 6 മാസത്തിന്റെ ഒരു അവധി മേടിച്ചിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ടും എന്റെ കരിയർ ഇമ്പ്രൂവ് ആയിട്ടില്ല. അപ്പം അച്ഛൻ അമ്മയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഡാഡി ആയിട്ട്. അപ്പൊ അച്ഛനും അമ്മയുടെ പേടി എന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞു, അപ്പം മരുമകൻ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്, ജോലിയില്ല. ആർട്ടിസ്റ്റ് വാല്യൂ കൂടിയാലും ചാൻസ് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇല്ല ഇപ്പോഴും അപ്പൊ ചാൻസ് ചോദിക്കാറുണ്ടോ? ആണ്. ഓസ്ലർ എങ്ങനെ കിട്ടിയത്? ആണോ? മിഥുൻ എന്നെ ഓർമ്മയില്ലാത്തതുകൊണ്ടില്ല. മിഥുൻ അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ കാസ്റ്റ് ചെയ്യായിരിക്കും, പക്ഷേ മിഥുനെ വിളിച്ച് ഞാൻ എന്റെ അവസ്ഥയെ പറഞ്ഞു. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമ്മളൊരു സെഗ്മെന്റിലേക്ക് കയറുന്നു. ഓക്കെ, കഴിക്കാറാകുമ്പോ കഴിക്കണം. ഉത്തരം മുട്ടുമ്പോൾ മാത്രം ഭക്ഷണത്തിലേക്ക് ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിച്ചാണ് കേട്ടോ. ചോദ്യം വരാൻ പോണു. ജീവിതത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ച ഒരു ചോദ്യം. അന്ന് ഗായകൻ MG ശ്രീകുമാറിന്റേതായിരുന്നു. അത് നമ്മളിപ്പോ പറഞ്ഞു. ജീവിതത്തിന്റെ ഗതിവിഗതികളെ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. മലയാളം ഇതിലൊക്കെ പറഞ്ഞ ഒട്ടും മലയാളം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതന്നെ ഞങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ടാ. സാഹിത്യപരമായിട്ടൊക്കെ എഴുതിയാലും കുറച്ച് പ്രശ്നമാണ്. പച്ചമലയാളത്തിലൊക്കെ ചോദിച്ചാൽ അത്രേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഇങ്ങനെ പോളിഷ്ഡ് ആയിട്ടൊക്കെ സംസാരിച്ചതാ. ഇനിയിപ്പോ മലയാള സിനിമയിലൊക്കെ വന്നിട്ട് ഇപ്പൊ എന്തൊക്കെ ക്യാരക്ടേഴ്സാ ചെയ്യുന്നത്, ഇതുപോലത്തെ ഡയലോഗ്സ് ഒക്കെ പറയേണ്ടതല്ലേ. ജീവിതത്തിന്റെ ഗതിവിഗതികളെ അതൊക്കെ ഒന്ന് പറഞ്ഞ് സൈജു പറഞ്ഞല്ലേ, എങ്ങനെ പറയുന്നൊന്ന് നോക്കട്ടെ. ഗതിവിഗതികളെ കണ്ടോ പഠിച്ചു. ഒരു 5 തവണ പറഞ്ഞേ. അത് വേണ്ട, ഇത് കണ്ടിട്ട് വേണം പിള്ളേരും പറയാനായിട്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. ലൈഫ് മാറ്റിമറിച്ചത് ശ്രീയേട്ടന്റെ വീട്ടിൽ അന്ന് ചെന്നപ്പത്തെയാണ്. ആ ഒരു കഥ നമുക്ക് എനിക്കറിയാം, പക്ഷെ നമുക്ക് ആ ഒരു കഥ ഒന്ന് ചുരുക്കിയിട്ട് നമുക്ക് പ്രേക്ഷകരുടെ അടുത്ത് പറയാം. എങ്ങനെയായിരുന്നു ICICI ബാങ്കിൽ നിന്നിരുന്ന ഒരാള് സിനിമാ ലോകത്തേക്ക് എത്തിപ്പെട്ടത്, അത് എവിടുന്നായിരുന്നു എന്നുള്ള കഥയാണ് നമ്മളിപ്പോ കേൾക്കാൻ പോണേ. ഓക്കെ, സോ ഞാൻ എയർടെലിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ് മാനേജർ ആയിട്ട്. അപ്പൊ ICICI ബാങ്ക് വിട്ടോ? ICICI ബാങ്ക് ഞാൻ നാഗ്പൂരിലായിരുന്നു. അത് കഴിഞ്ഞ് ബിർള സൺ ലൈഫില് കോട്ടയത്ത് വർക്ക് ചെയ്തു. അതിനുശേഷം എയർടെലിൽ പോയി. എയർടെലിന്റെ ഒരു കണക്ഷന്റെ കാര്യം സംസാരിക്കാനാണ് ഞാൻ MG ശ്രീകുമാർ സാറിന്റെ വീട്ടിൽ പോയത്. അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ടു. ഫസ്റ്റ് ഡേ കണ്ടു, സെക്കൻഡ് ഡേ കണ്ടു, തേർഡ് ഡേ അപ്പൊ ഞാൻ ഇന്നിപ്പോ കണക്ഷൻ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവാണ്. അപ്പൊ അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ സൈജു ഇന്നിപ്പം അല്ല ഈ സമയത്ത് അന്ന് ഓണം വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഈ ഓണത്തിന്റെ സമയത്ത് ഒരുപാട് ആൾക്കാർ ബുക്കിംഗ്സിന് വേണ്ടി വിളിക്കും. അപ്പം ഞാനിപ്പോൾ നമ്പർ ചേഞ്ച് ചെയ്ത പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും എടുക്കാന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അങ്ങനെ നിരാശനായിട്ട് ഞാൻ മടങ്ങുകയാണ്. ഞാൻ 2-3 സ്റ്റെപ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ഓഫീസ് റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഇങ്ങനെ ഡോറിന്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് എക്സ്ക്യൂസ് മീ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് അപ്പൊ പുള്ളി എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ ഇരുന്നേ. എനിക്ക് എവിടെയോ ഇപ്പം ഞാനിത് പറഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാരൊക്കെ ഞാൻ വെറുതെ പറയാം, പക്ഷെ എനിക്ക് എന്തോ സിനിമ എന്തോ എനിക്ക് എന്തോ ഒരു നമ്മുടെ ഈ തോട്ട് പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. വിത്തിൻ സെക്കൻഡ്സ് ഞാൻ ചിന്തിച്ചു, എന്തോ സിനിമാക്കാര്യം പറയാനാണോ ഇദ്ദേഹം വിളിക്കുന്നത്. ഞാൻ തിരിഞ്ഞു, ഇത് ചോദിച്ചു. അപ്പൊ ഇത് ചോദിച്ചപ്പോൾ ഞെട്ടിയെന്ന് വെച്ചാൽ ഈ സിനിമ അഭിനയിക്കുക എന്നുള്ളൊരു ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. അപ്പൊ പെട്ടെന്ന് എന്റെ വായിൽ വന്നത് ആ സാർ എന്ന് പറഞ്ഞു. അപ്പൊ ഡയറക്ടർ ഹരിഹരൻ ഇങ്ങനെ പുതുമുഖങ്ങളെ വെച്ച് പടം എടുക്കാനുള്ള ഒരു പ്ലാനാണ്.
അപ്പം അവിടെ ആരെങ്കിലും ആയോന്നറിയില്ല. അപ്പം ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ ഡയറക്ടർ ഹരിഹരൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ സർഗം എന്ന് പറഞ്ഞ പടത്തിൽ ഡയറക്റ്റഡ് ബൈ ഹരിഹരൻ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചത് എനിക്ക് ഓർമ്മയാണ്. സർഗം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സർഗം ഉഗ്രം പടമല്ലേ, സൂപ്പർ മൂവി. ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വിളിക്കുന്നു, അവിടെ ഇരുന്ന് എന്നോട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നു. പുള്ളി ഉടനെ ഫോണിങ്ങനെ ചെവി വെച്ചുകൊണ്ട് ഇങ്ങനെ അഡ്രസ്സ് എഴുതി എടുക്കുകയാണ്. എന്നിട്ട് പുള്ളി ഫോൺ വെച്ചു. എന്നിട്ട് പറഞ്ഞു, സാറിൻ്റെ അഡ്രസ്സാണ്, ഇതിലേക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അല്ല, അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഉള്ള ഫോട്ടോസ് അയച്ചു കൊടുത്താൽ മതിയല്ലോ. നല്ല ഫോട്ടോസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല ഫോട്ടോസ് എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ തന്നെ ഫാമിലി മെമ്പേഴ്സ് എടുത്തതാണ്. കൂട്ടുകാരായിട്ടുള്ള ഫോട്ടോ, ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ അല്ലല്ല, സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോ വേണ്ടത്. ഞാൻ പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് അയച്ചു കൊടുക്കാം. അപ്പോൾ പറഞ്ഞാൽ കട്ട് ചെയ്തല്ല, ഈ സിനിമയുടെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് വേറെ ഫോട്ടോ സെഷൻ ചെയ്യണം. അപ്പൊ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഇതിനുള്ള സമയം എനിക്ക് ഒന്നാമത് ഇല്ല, ഇവിടെ സെയിൽസ് പ്രഷറാണ്. ആ സമയം കൊണ്ട് രണ്ടുപേരെ കണ്ട് കളക്ഷൻ എടുപ്പിച്ച് അത്രയും ടാർഗറ്റ് ആവും. അപ്പം ഞാനത് ചെയ്യില്ല. പക്ഷെ ഞാൻ പുള്ളിയുടെ ഒന്നും എതിർത്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു സാർ ഞാൻ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് എണീറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലെ പിന്നെ ഇനി ഫോട്ടോ അയക്കാനൊന്നും നിൽക്കേണ്ട, ഒരു കാര്യം ചെയ്യുക, അടുത്ത വണ്ടിക്ക് ചെന്നൈ പോകും, ഇതാണ് അഡ്രസ്സ്, പോയി കാണും. ഞാൻ സാർ ഞാൻ അങ്ങനെ കയറി ചെന്നല്ലത് മോശമല്ലേ സാർ, ഒന്ന് വിളിച്ച് പറയുമോ? ഞാൻ വിളിച്ച് പറയാം. അപ്പോൾ എന്ന് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇന്നിപ്പം ട്യൂസ്ഡേ ആണ്, ഞാൻ വീക്കെൻഡിൽ പോകാം, ഫ്രൈഡേ ഞാൻ പോകാം, സാറ്റർഡേ രാവിലെ ഞാൻ പോയി കാണാം. അയ്യോ അത് ലേറ്റായി പോകില്ലേ? ഞാൻ പറഞ്ഞു സാർ പക്ഷേ എനിക്ക് ഇങ്ങനെ ലീവ് കിട്ടൂല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അപ്പോഴേ പറ്റുള്ളൂ. ശരി ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ വിളിച്ച് പറഞ്ഞോളാം, പോയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ശ്രീകുമാർ സാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പം പറഞ്ഞോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്, പൊക്കോന്ന് പറഞ്ഞു. അവിടെ ചെന്നു. അപ്പോൾ അവിടെ ക്യൂവിൽ ഓൾറെഡി എനിക്കൊന്ന് 10-15 പേര് നിൽപ്പുണ്ടായിരുന്നു. ഞാനൊരു ഏകദേശം 8:15 ആ സമയത്തൊക്കെയാണ് രാവിലെ എത്തുന്നു. അപ്പോൾ ഒരു വലിയ ഗേറ്റ് ഉണ്ട്, അത് അടച്ചിട്ടിരിക്കുകയാണ്. ചെറിയ ഗേറ്റ് ഉണ്ട്, അപ്പം അത് ചെറുതായിട്ട് തുറന്നു കിടപ്പുണ്ട്. അപ്പം ഞാൻ ഈ ലൈനിലൊന്നും നിൽക്കാൻ പോയില്ല, ഞാൻ നേരെ ആ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോയി. അപ്പോൾ ഉടനെ പുറകിൽ നിന്ന് ഒരാൾ ഇങ്ങനെ കൈകൊട്ടി വിളിച്ചിട്ട് പറഞ്ഞ് എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്ടർ ഹരിഹരനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഉടനെ ആൾ പറഞ്ഞ് അതിനാണ് ഞങ്ങളിവിടെ 6 മണി തൊട്ട് നിൽക്കുന്നത്, പോയി ലൈനിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പം അന്നത്തെ എൻ്റെ ഇന്നസെൻസിലും ഒക്കെ ഞാൻ എടുത്തു നോക്കി പറഞ്ഞ് അയ്യോ ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ എയർടെല്ലിൽ ഒരു ഉദ്യോഗസ്ഥനാണ്, എനിക്ക് ടൈമില്ല, എനിക്ക് തിരിച്ച് ഇന്ന് തന്നെ എത്തണം. അപ്പോൾ അവരെന്തൊക്കെയോ തെറി വിളിച്ചെന്ന് തോന്നുന്നു. അത് അതിൻ്റെ അകത്ത് മാവച്ചുള്ള തെറി എനിക്ക് മനസ്സിലായി. ബാക്കി ഇപ്പോഴായിരുന്നെങ്കിൽ കുറെ കൂടെ തെറി എനിക്ക് അറിയാം, എനിക്ക് മനസ്സിലായല്ലേ. ഞാൻ തിരിച്ചു നിന്നാലും വിളിക്കൂല, അതെ അതെ അതെ. അവരകത്ത് കയറി ചെന്നപ്പോഴത്തേക്ക് അവിടെ ഡോറ് കുറച്ച് തുറന്നു നടപ്പുണ്ട്. അവിടെ കയ്യിൽ കൊടുത്തിട്ട് ഒരാൾ പേപ്പർ വായിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ കണ്ടു പറഞ്ഞു എൻ്റെ പേര് സൈജു കുറുപ്പെന്ന്, എനിക്ക് ഡയറക്ടർ ഹരിഹരനെ ഒന്ന് കാണണം. ഞാൻ മിസ്റ്റർ എം ജി ശ്രീകുമാർ വന്നിട്ട് ട്രിവാൻഡ്രത്ത് വരുവാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു മേളിൽ ഓഫീസിൽ വെയിറ്റ് ചെയ്യും, ഇപ്പം അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മേളിൽ ചെന്നപ്പോഴത്തേക്കും ഹരിൻ സാറിൻ്റെ അസിസ്റ്റന്റ് ഹരീഷ് വന്ന് ഡോറ് തുറന്നു. ഞാൻ അവിടെ ഇരിക്കുന്നു, കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഈ താഴെ ഇരുന്ന ആൾ മേളിലേക്ക് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് വന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പോൾ എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു. പുള്ളി വന്നപ്പോഴത്തേക്കും പുള്ളി എന്നെ നോക്കി യെസ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയില്ല അവള്, യെസ്. അപ്പോൾ അതുപോലെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മിസ്റ്റർ ഹരിഹരനെയാണ് കാണേണ്ടത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ തന്നെ ഹരിഹരൻ. അപ്പോൾ പുള്ളി ഉടനെ ഞാൻ തന്നെ ഹരിഹരൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എണീറ്റ് തന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ച എൻ്റെ ചാൻസ് പോയിരുന്നു. അപ്പം പറഞ്ഞില്ലേ ഇരിക്കും. പിന്നെ എന്നോട് ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അങ്ങനെ ഓഡീഷനൊക്കെ എടുത്തു. 2-3 ഡയലോഗൊക്കെ പറയാൻ തന്നു. ചെറിയ ഡയലോഗ്സ് തന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ആദ്യത്തെ പ്രാവശ്യം കേട്ടോ. പിന്നെ എനിക്ക് വലിയ ഡയലോഗ് തന്നു. ആ ദിവസം എനിക്ക് ചെറിയ ഡയലോഗ്സാണ്. നീന്താൻ അറിയാവോ സാറിന് എന്നുള്ള ഞാൻ കലാഭവൻ മണിച്ചേട്ടനൊക്കെ ചോദിക്കുന്ന ആ ഡയലോഗ് എന്നോട് പറയാൻ പറഞ്ഞു. പക്ഷെ പല രീതിയിൽ ദേഷ്യത്തില് ചിരിച്ചോണ്ട് കളിയാക്കിക്കൊണ്ട് അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു, ഒന്നും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവിടുന്ന് ഞാൻ പിന്നെ തിരിച്ച് പോയി, ഞാൻ ട്രിവാൻഡ്രത്ത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ 3ാമത്തെ ഓഡീഷനിലാണ് എന്നെ കൺഫേം ചെയ്തത്. അതിനിടയ്ക്ക് കുറെ സംഭവങ്ങളൊക്കെ വികാസങ്ങളൊക്കെ നടന്നു. പക്ഷെ അതിപ്പോ നമ്മുടെ 2 മണിക്കൂർ ഞാൻ പറയേണ്ടി വരും. അത് കാരണം അത് വേണ്ട, ഈ ഒരു രീതിയിലാണ് ഞാൻ സെലക്ട് ആയത്. അങ്ങനെ സൈജു ഇവിടെ സെലക്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നായികയായിട്ടും ഓരോ ഹണ്ടിങ് നടക്കുന്നുണ്ട്. അതിന് എന്നെയും വിളിച്ചതാണ്. അങ്ങനെ കോഴിക്കോട് ഞാൻ പറഞ്ഞതാണ് സൈജുന്റെ അടുത്ത്. എന്നിട്ട് എന്നെ കോഴിക്കോട് വിളിച്ചു. എന്നിട്ട് ഞങ്ങള് കോഴിക്കോട് പോയി, എന്നെ കാണണം. അപ്പൊ ഞാൻ ഒട്ടും വില്ലിങ് അല്ല സിനിമയില്. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ എന്നോട് നായകൻ തീരുമാനമായി, നല്ല പൊക്കമുണ്ട്, നല്ല കണ്ണുള്ള നായകനാണ്. പക്ഷെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അന്ന് കോഴിക്കോട് കഴിഞ്ഞപ്പോഴും എനിക്ക് ഒട്ടും സെറ്റ് ആവൂലായിരുന്നു. അപ്പൊ ഞാൻ കംഫർട്ടബിൾ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് ബാക്ക് ഔട്ട് ചെയ്തു. ഇദ്ദേഹം അല്ലേ വിളിച്ചതെന്ന് ഓർത്തുകൊണ്ട് പലരും പറഞ്ഞു നേരിട്ട് പോയി കാണണം. എന്നിട്ട്
നായകനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല ഞാൻ അഭിനയിക്കാൻ വരുന്നത്. നായകനെ അന്ന് കണ്ടുപോലുമില്ല. അതെന്തോ അന്ന് മമതയുടെ സമയമായിരുന്നു, എന്റെ സമയമായിരുന്നില്ല അത്. പക്ഷെ അന്നായിരുന്നെങ്കിൽ സഹിച്ചു നമ്മൾ തമ്മിൽ ഇന്നത്തെ ഈ ഒരു ബന്ധം വരുമോന്ന് എനിക്കറിയില്ല. എന്തോ നമ്മൾ നിയോഗമുണ്ട്, നമ്മൾ തമ്മിൽ പരിചയപ്പെടണം, അടുക്കണം എന്നുള്ളത്. അത് അന്ന് അങ്ങനെ നടന്നില്ല. അതിനുശേഷം നിക്കിൽ ത്രൂ നമ്മൾ തമ്മിൽ കണക്റ്റഡ് ആയി. അത്രയേ ഉള്ളൂ അതിന്റെ സാരാംശം. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ കണ്ടുമുട്ടണം എന്നോ അവിടുന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയും കണ്ടുമുട്ടും. അതാണ്. ഇല്ലെങ്കിൽ അന്ന് ഞാൻ സൈജു കുറുപ്പിന്റെ നായികയായിട്ട് മയൂഖത്തില് ഞാൻ അന്ന് വന്നേനെ. എന്റെ ഒരു യെസ് ഉണ്ടായിരുന്നെങ്കിൽ. അത് ഞാൻ മിസ് ചെയ്തു. ശരി, ഇനി ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോണം. യുനോ, ഞാൻ വലിയൊരു കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെയുള്ള അവിടെ പറഞ്ഞത് ആ ഡയലോഗ് ആയിരുന്നു അടുത്ത ചോദ്യം. ഇങ്ങനെയുള്ള മട്ടിലാണ് ഹരിഹരൻ സാറിന്റെ വീട്ടുപടിക്കൽ ആദ്യമായി ചെന്ന് നിന്നത് അല്ലേ? ഈ ഒരു സ്റ്റൈലില് വലിയൊരു അങ്ങനെയാണ് ക്യൂ നിന്നവരോട് പറഞ്ഞത് അല്ലേ? അപ്പൊ എയർടെലിന്റെ പേര് പറഞ്ഞു ഓറിനടുത്ത് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു. കറക്റ്റ് ആയിരുന്നു. അപ്പൊ കറക്റ്റ് തന്നെയാണ് ഈ ഡയലോഗ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്. ഒരു കാലത്ത് ഞാൻ അനുഭവിച്ച പ്രതിസന്ധികൾ വീട്ടിൽ അച്ഛനോടും അമ്മയോടും പോലും പറഞ്ഞിരുന്നില്ല. ആണ് പറഞ്ഞിരുന്നില്ല എന്ന് വെച്ചാൽ അച്ഛനറിയാലോ എനിക്ക് സിനിമ ഉണ്ടോ ഇല്ലെന്നോ. പക്ഷെ ഇങ്ങനെ ഒരു എത്രയാന്ന് പറഞ്ഞാലും ഒരു മന്ത്ലി കറക്റ്റ് സാലറി കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്നും സിനിമ പോലത്തെ ഒരു സ്ഥലത്തിലേക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയൊക്കെ എനിക്കറിയാം അവർ വേറൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാ. അവരൊക്കെ വില്ലിങ് ആയിരുന്നോ സൈജുവിനെ വിടാനായിട്ട്? അവര് ഒന്നാമത് അവരുടെ കുറച്ച് ഈ സെയിൽസിൽ എന്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവര് സ്ട്രെസ് കണ്ടിരുന്നു. പക്ഷെ എന്നാലും അച്ഛനും ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ജോലിയായിരുന്നല്ലോ. അപ്പം രാവിലെ 9:30 പോകുന്നു, വൈകുന്നേരം 6-6:30 ആകുമ്പോൾ വീട്ടിൽ വരുന്നു. അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു ജോലി മക്കൾക്ക് വേണമെന്നുള്ളതായിരുന്നു അച്ഛനും താല്പര്യം. അച്ഛന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പം എവിടെയോ രണ്ടുപേർക്കും മനസ്സിലായി ഇങ്ങനെ ഞാൻ കുറച്ച് ഓവർ സ്ട്രെസ്ഡ് ആണ്, എനിക്ക് അങ്ങനെ ഒരു ഞാൻ ഹാപ്പി അല്ല എന്നുള്ളത് അവർക്ക് അറിയാം. ചിലപ്പോൾ അനുവും പറയാറുണ്ട്, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, അങ്ങനെയൊക്കെ അറിയാം. അപ്പൊ അന്ന് അപ്പൊ ഞാൻ അവരെ കൺവിൻസ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ അച്ഛൻ എനിക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. ഞാൻ സിനിമ ഒന്ന് ഒരു 6 മാസം ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഞാൻ ഓൾറെഡി സിനിമ വന്നല്ലോ, 6 മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് സിനിമകൾ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും ജോലി കിട്ടും. പിന്നെ എയർടെൽ പോലത്തെ ഒരു കമ്പനിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ അവിടുന്ന് നമ്മൾ വിട്ടിട്ട് പോയാലും നമ്മൾ തിരിച്ചു വന്നാൽ അവര് നമുക്ക് പ്രിഫറൻസ് തരും. ബാക്കിയുള്ള കുറെ കമ്പനീസ് എനിക്കറിയാം, നമ്മൾ ഒരു പ്രാവശ്യം വിട്ട് കഴിഞ്ഞാല് നമ്മളെ ഇല്ലല്ലോ, ഭയങ്കര പ്രയാസമാണ്, അവര് നമ്മളെ എന്റർടൈൻ ചെയ്യില്ല. അപ്പൊ എയർടെലിന് അങ്ങനത്തെ ഒരു ഫാമിലി സ്വഭാവമുണ്ട്. അപ്പൊ അതും എനിക്കറിയാം. അപ്പൊ അത് ഞാൻ അച്ഛനോട് പറഞ്ഞു. അപ്പൊ അച്ഛനും ഓർത്ത് കാണും ചിലപ്പോൾ ഓക്കെ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ എന്നുള്ളത്. ബട്ട് ദ മേജർ സപ്പോർട്ട് വാസ് ഫ്രം അനൂസ് പേരൻസ്. അനുവിന്റെ അച്ഛൻ പറഞ്ഞത് നീ ഒന്നിലെ ചെയ്യുന്ന കാര്യത്തിൽ നീ ഹാപ്പി ആയിരിക്കണം, അല്ലെങ്കിൽ നിനക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യം നീ ചെയ്യണം. അപ്പൊ അത് മാത്രം നീ നോക്കിയാൽ മതി. എന്നിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, അനുവിന്റെയും അനുവിന്റെ ഐ മീൻ ഞങ്ങളെ മോള് അവർ രണ്ടുപേരുടെയും കാര്യം ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ ചെലവിനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സപ്പോർട്ടും കൂടി കിട്ടി. പക്ഷെ അതിന്റെ അങ്ങനെ ഒരു ഭീകരാവസ്ഥയിലേക്കൊന്നും പോയില്ല. എന്നുവെച്ചാൽ എനിക്ക് റെഗുലർ ഇന്റർവ്യൂസിൽ എനിക്ക് സിനിമകൾ കിട്ടിക്കൊണ്ടിരുന്നു. അല്ല, എന്നാലും തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുടെ ഫാമിലി ഇതുമായിട്ട് ഒന്നും അറിയുന്ന ഒരു ഫാമിലി അല്ലല്ലോ. പക്ഷെ എന്നിട്ടും അവര് അങ്കിളിന്റെ അച്ഛന്റെ ആ ഒരു മോറൽ സപ്പോർട്ട് കൂടി ആയിരിക്കണം അല്ലെ? ശരിക്കും സൈജുവിന് ഒരു കോൺഫിഡൻസ് കിട്ടി അതിലേക്ക് കയറിയത് തന്നെ. അച്ഛനമ്മയൊക്കെ കുറച്ചുകൂടെ എന്താണ് ലൈഫിനെ കുറച്ചുകൂടെ ഓപ്പൺലി കാണുന്ന ആൾക്കാരാണ്. അപ്പം എവിടെയോ എനിക്ക് തോന്നുന്നത് എന്നെക്കാളും കൂടുതൽ എന്നെ പറ്റി വിശ്വാസം അവർക്കായിരുന്നു തോന്നും. അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവും. എന്നുവെച്ചാല് ഡാഡിയുടെ ഒക്കെ എനിക്ക് തോന്നുന്നത് അച്ഛനും അമ്മയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും, അപ്പം ഞാൻ ഓൾറെഡി 2 വർഷമൊക്കെ കഴിഞ്ഞു, ഈ 6 മാസത്തിന്റെ ഒരു അവധി മേടിച്ചിട്ട് ഇപ്പൊ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടും എന്റെ കരിയർ ഇമ്പ്രൂവ് ആയിട്ടില്ല. അപ്പം അച്ഛൻ അമ്മയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഡാഡിയായിട്ട്. അപ്പൊ അച്ഛനും അമ്മയുടെയും പേടിയെന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞു, അപ്പം മരുമകൻ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്, ജോലിയില്ല. അപ്പം എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? അപ്പൊ അതിനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഡാഡി പറഞ്ഞിട്ടിരുന്നത് ഡോണ്ട് വറി, അവൻ നന്നാവും. ഡാഡിക്ക്, അതായത് അനുവിന്റെ അച്ഛന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എന്റെ മേളില്. അപ്പൊ അത് എന്ത് കണ്ടിട്ടാന്നുള്ളത് അറിയില്ല, ബട്ട് ഹി വാസ് കോൺഫിഡന്റ്. ഓക്കെ, അപ്പൊ അവിടുന്ന് അതിൽ അങ്ങ് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ അങ്ങ് തുടങ്ങാൻ പറ്റി. ഓക്കെ, അടുത്ത ചോദ്യം. മകൾക്ക് മയൂഖ എന്ന പേര് നിർദ്ദേശിച്ചത് പ്രശസ്ത നടന്റെ ഭാര്യ. അത് സിനിമയുടെ വെച്ചിട്ടല്ലേ മയൂഖ എന്നുള്ള പേരിട്ടത്? അതെ, അത് തന്നെ. നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ മയൂഖ എന്നൊരു പേര്
ഉണ്ടാക്കാൻ നിന്നു. അപ്പൊ അങ്ങനെ അനിൽ മുരളി ചേട്ടനില്ലേ, അപ്പൊ അനിലേട്ടന്റെ വൈഫായിരുന്നോ? സുമ അന്ന് എയർടെൽ ഞങ്ങളുടെ ശരിയാ. അപ്പൊ സുമ ഇങ്ങനെ ഒരു ദിവസം മോക്ക് എന്താണ് പേര് ഇടാൻ പോണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒരു പേര് കിട്ടിയിട്ടില്ല, എന്തായാലും എന്റെ പോലത്തെ ഒരു ഉടായ്പ പേരാവാൻ പാടില്ലെന്നുള്ളത് എനിക്കൊരു ആഗ്രഹമുണ്ട്, കുറച്ചുകൂടെ വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു പേരായിരിക്കണം. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു മയൂഖം. മയൂഖ നല്ലൊരു പേരായിരിക്കുമല്ലോ. ഞാൻ ശരിയാണല്ലോ, നല്ലൊരു പേരാണല്ലോ, പിന്നെ അത് തന്നെ ഇടാം. പിന്നെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഈ വലിയ നടന്മാരുടെയൊക്കെ വീട്ടുപേര്, അവരുടെ ഫസ്റ്റ് പടത്തിന്റെ പേരൊക്കെ അങ്ങനെയൊക്കെ വെച്ച്, ജയസൂര്യയുടെ വീട്ടുപേര് സ്വപ്നക്കൂട് എന്നാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ പോലും ചിലപ്പോ ആയാലോ, അപ്പൊ അങ്ങനെ മകളുടെ പേരങ്ങനെ മയൂഖാന്നിട്ട് രക്ഷപ്പെട്ടാന്ന് തോന്നിയിട്ട് അങ്ങനെ അന്ന് മയൂഖ എന്നുള്ള പേരിട്ടു അല്ലെ. എപ്പോഴെങ്കിലും സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും സൈജു, ഇത് എന്തൊരു സാധാരണ ഒരു പേര്, എനിക്ക് പേര് മാറ്റണം. ചില ആൾക്കാരൊക്കെ സിനിമയിൽ വന്നു കഴിയുമ്പോൾ പേര് മാറ്റാറുണ്ട്, ചിലർ വരുമ്പോഴേ മാറ്റിട്ടാണ് വരിക. സൈജുവിന് എപ്പോഴെങ്കിലും എന്റെ പേര് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കത് കൊച്ചിലെ തോന്നിയായിരുന്നു. എന്നിട്ട് ഒന്നാമത് ഈ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ, മഹാരാഷ്ട്രയിലായിരുന്നപ്പം സൈജു എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കിട്ടൂല. സഞ്ജു എന്നാണ് അവര് കേട്ടിരിക്കുന്ന പേര്, സൈജു വരില്ല. പക്ഷെ പിന്നെ നമ്മുടെ ക്ലാസ്സിലുള്ള പിള്ളേർക്കൊക്കെ നമ്മുടെ പേര് കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ കുറുപ്പ് എന്ന് പറഞ്ഞാൽ അതും പ്രയാസം. സൈജു കുറുപ്പ് ഇതൊരു 5 പ്രാവശ്യം പറഞ്ഞാലേ ഇവർക്ക് രജിസ്റ്റർ ആവുള്ളൂ. മലയാളികളുടെ കാര്യം ഓക്കെ, സ്കൂളിലൊക്കെ ഓക്കെ, പിള്ളേർക്കൊക്കെ പെട്ടെന്ന് കിട്ടും. പക്ഷെ ബാക്കിയുള്ള, ഇപ്പൊ ഞാൻ അവിടെ ICICI ബാങ്കിന്റെ സെയിൽസിനൊക്കെ ഞാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ചെന്നിട്ട് സൈജു കുറുപ്പ് എന്ന് പറഞ്ഞാല് സൈജു കുറുപ്പ് SAIJUKUR യാർ ഒരേ പറ പോലെ. അപ്പൊ ഇത് ഒരു 5 പ്രാവശ്യം പറഞ്ഞു കൊടുക്കണം, എന്നാലും എന്റെ പേര് മനസ്സിലാവുള്ളൂ. അപ്പൊ അത്രയും ടൈം കൊണ്ട് പോവാണ്. ആകെ 10 മിനിറ്റ് അയാൾ അപ്പോയിന്റ്മെന്റ് തന്നിട്ടുള്ളത്, 5 മിനിറ്റ് പേര് മനസ്സിലാക്കുന്നതിൽ പോകും. പിന്നെയാണ് നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പോണേ. അപ്പൊ അങ്ങനെ അച്ഛൻ്റെ ഞാൻ ഒരു 10ാം ക്ലാസ് ഒക്കെ പറഞ്ഞു, അച്ഛൻ ഇനിയിപ്പോ എന്റെ സർട്ടിഫിക്കറ്റിലൊക്കെ പേര്, ഈ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് തൊട്ടാണല്ലോ നമ്മുടെ പേരുകൾ അങ്ങ് ഉണ്ടാവുന്നത്. അപ്പൊ ഒന്ന് പേര് മാറ്റിയാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛൻ വെറുതെ, പിന്നെ എനിക്ക് മനസ്സിലായി തമാശക്ക് ചോദിച്ചെന്ന്, ഏത് പേരാണ് നിന്റെ മനസ്സിലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ അമിതാഭ് ബച്ചൻ, ഇബ്രാഹിം, അപ്പൊ അമിതാഭ് ദാവൂദ്, അങ്ങനെ എന്തെങ്കിലും ഒരു പേരാണ് എനിക്ക്. അപ്പൊ അച്ഛൻ ചിരിച്ച്, അച്ഛനത് തമാശക്കാണല്ലോ, അതുകൊണ്ട് തന്നെ ചേഞ്ച് ഒന്നും ആയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സൈജുവിന് മനസ്സിൽ വന്ന പേര് എന്തായിരുന്നു? സൈജുവിന് തന്നെ സൈജുവിനെ പേര് മാറ്റണമെങ്കിൽ ഇടാൻ അല്ല, അന്ന് ഇതൊക്കെ ആയിരുന്നു. ഇത് ദാവീദ്, അമിതാഭ് ബച്ചൻ, അല്ല ബച്ചൻ വേണ്ട, അമിതാഭ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ലോങ് അല്ലേ പറയുമ്പോ, സൈജു എന്ന് പറഞ്ഞ പെറ്റ് നെയിം പോലെ ഇരിക്കും അല്ലെ. ഈ ജൂ വരുന്ന പേരുകളൊക്കെ പെറ്റ് നെയിം പോലത്തെ പേരാണ്. സഞ്ജയ് സഞ്ജു എന്ന് വിളിക്കും. അപ്പൊ അവിടെയുള്ള ആൾക്കാർ വിളിച്ചിരുന്നത് എന്റെ പേര് സാജിദ് എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ സൈജു ആക്കിയതായിരിക്കും. അങ്ങനെയൊക്കെ എന്നോട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അമ്മേനോട് പറയും, ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ അമ്മ പറയണത്, എടാ ഈ സൈജു എന്ന് ഉള്ള പേരുകാരനായിരിക്കും നിന്നെ ഇപ്പം 4 പേര് അറിയുന്നത്, അപ്പം അതുകൊണ്ട് നീ അതിനെ ഇങ്ങനെ ഇതൊന്നും ചെറുതാക്കി. അപ്പൊ മാറ്റി ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഷൈജു എന്ന് ആൾക്കാർ ശീലിച്ചിരിക്കുന്ന ഷൈജു എന്നുള്ള പേരാണ്. അപ്പൊ കുറെ പേരൊക്കെ എപ്പോഴും ഷൈജു ഞാൻ ആദ്യം കറക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അവിടുത്തെ ഓക്കെ, ഇനിയിപ്പോ ഇങ്ങനെ തന്നെ ആവട്ടെ, ഈ പേരും വെച്ച് നമ്മൾ സിനിമയിൽ അഭിനയിച്ചു, അത് തുടക്കം തന്നെ നല്ലൊരു സിനിമയിൽ, പിന്നെ ഇനിയിപ്പോ അതിൽ മാറ്റമൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പൊ മലയാള സിനിമയിൽ ഒരേ ഒരു സൈജു കുറുപ്പേ ഉള്ളൂ. അത് തന്നെയാണ് ഒരു സംഭവം. അടുത്ത ചോദ്യം, 29ാമത്തെ പടം ചെയ്യുന്നത് വരെ കഷ്ടപ്പാടും അഭിനയം നന്നാക്കാനുള്ള ഒരു ട്രെയിനിങ്ങും ആയിരുന്നു. അത്രയും നാളോ അങ്ങനെ ഉണ്ടായിരുന്നോ? ആദ്യത്തെ 8 വർഷം 2005 തൊട്ട് 2012 വരെ 28 പടങ്ങളായത്. ട്രിവാൻഡ്രം ലോഡ്ജ് ആയപ്പോ അതെനിക്ക് ബ്രേക്ക് ആയി. അപ്പൊ അപ്പോഴത്തേക്കും ഈ 28 പടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കാരണം 28 പടം സൈജു ചെയ്തിരുന്നല്ലേ? 28 പടം ചെയ്തുള്ളൂ. ഇപ്പൊ അടുത്ത 8 വർഷത്തെ കണക്ക് നോക്കുവാണെങ്കിൽ 100 പടം കംപ്ലീറ്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് ഞാൻ മൊത്തം എത്ര പടം കംപ്ലീറ്റ് ചെയ്തു? 150 ആയി കാണും. 150 ആയി. അതെ. ഇപ്പൊ സൈജു ഇല്ലാത്ത സിനിമയേ ഇല്ല, അതാണ് രസം. അതെ, സൈജു ഇല്ലാത്ത ഒരൊറ്റ സിനിമ ഇപ്പൊ റിലീസ് ഉണ്ടോ എന്ന് നോക്കിയാൽ കഷ്ടപ്പെടണം തപ്പിയെടുക്കാൻ. ഈ വർഷം ഇപ്പൊ ഇത് ഓഗസ്റ്റിലെ എത്ര സിനിമ അഭിനയിച്ചു ഈ വർഷം തന്നെ? പറയൂ. എല്ലാ ആഴ്ചയിലും സിനിമ റിലീസ് ആവുന്നുണ്ട്. നിങ്ങളുടെ സിനിമ മാസത്തിൽ ഒന്നെങ്കിലും മിനിമം ഇല്ലേ? ഓഗസ്റ്റ് മാസം നടക്കുവാണ്, അതായത് 8th month ആണ്. 150 കൂടുതൽ പടങ്ങൾ റിലീസ് ആയിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച 2 പടമാണ് ഇപ്പൊ റിലീസ് ആയിരിക്കുന്നത്. ശരിക്കും ജാനുവരിയിൽ ഓസ്ലർ, കഴിഞ്ഞ മാസം ഗൂ എന്ന് പറഞ്ഞ പടം.
പക്ഷെ സൈജുവിന്റെ പ്രസൻസ് ഭയങ്കരമായിട്ടും ഉണ്ടല്ലോ എപ്പോഴും നമുക്ക്. അത് നല്ല കാര്യം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, പക്ഷെ ഞാൻ എല്ലാ പടത്തിലും ഇല്ല. പക്ഷെ സൈജു കുറെ പടങ്ങളും ചെയ്യുന്നില്ല. ആണോ? പക്ഷെ എല്ലാരും പറയും സൈജുവിന് ഇപ്പൊ എപ്പോഴും പടമാണല്ലോ, ബാക്ക് ടു ബാക്ക് മൂവീസ്, എപ്പൊ നോക്കിയാലും അവിടെ സൈജു ഉണ്ടെന്നുള്ള ഒരു ധാരണയാണ് എല്ലാവർക്കും. കണ്ണു കിട്ടല്ലേ? അല്ല നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളുടെ കണ്ടു കിട്ടുള്ളൂ, മനസ്സിലായി. വേറെ ആരുടെ കണ്ടു കിട്ടല്ലേ? അല്ല, എനിക്ക് സൈജുവിന്റെ എക്സ്പ്രഷൻസ് ആണ് എനിക്ക് തോന്നുന്നത് സൈജുവിന്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന്. കാരണം ഞാനിപ്പോ ഒരു സൈജുവിന്റെ കുറച്ച് എക്സ്പ്രഷൻസ് ഞാനിപ്പോ സൈജുവിന് ആ വീഡിയോ ബോളിൽ കാണിക്കാം. സൈജുവിന് തന്നെ സൈജുവിന്റെ എക്സ്പ്രഷനിൽ ഇഷ്ടപ്പെട്ടത് കാണിക്കും, അങ്ങോട്ട് കൈ പോയിന്റ് ഔട്ട് ചെയ്യണം കേട്ടോ. ഏതൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ കാണിക്കാം. ഇന്നസെൻസ് ആണ്, ചിന്ത. ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ കൈ പോയിന്റ് ഔട്ട് ചെയ്യണം. അതെ അതെ, ശ്രീജി അതെ അതെ അതെ, ഡൽഹി പോയപ്പോ ഇതിന്റെ ഒന്നും അങ്ങനെ വലിയ എക്സ്പ്രഷൻസ് ഇല്ല രമ്യ. നോർമൽ ഇതേ ഉള്ളൂ. ചിരിച്ചിങ്ങനെ നടക്കുന്നു മാത്രം. ഇതിനകത്ത് വലിയ എക്സ്പ്രഷൻസ് ഒന്നും പറയാനില്ല. ഫോട്ടോ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ചിന്തിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ അതിൽ നല്ല കട്ടി താടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല മുടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ബാക്കി ഇന്നിപ്പോ നമ്മുടെ ലാലേട്ടൻ ആയിക്കോട്ടെ, മമ്മൂക്കി ആയിക്കോട്ടെ, അല്ലെ പൃഥ്വിരാജ് ആയിക്കോട്ടെ, നമ്മുടെ ഓരോ സ്റ്റാർ, നമ്മൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളില് എനിക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കും ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇത് നോക്കണം എന്നുള്ള ഒരു ഭയം, ഒരു ഇൻസെക്യൂരിറ്റി. അത് ഞാൻ ഈ പേര് പറഞ്ഞൊന്നല്ല, ആർക്കാണെങ്കിലും ഒരു നടനായി കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഇൻസെക്യൂരിറ്റി, ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ടല്ലോ, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടല്ലോ എന്ന് തോന്നാം. പക്ഷെ എനിക്ക് തോന്നുന്നത് സൈജുവിനെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തിൽ സൈജുവിന് ടെൻഷനേ വേണ്ട. ഒരു രീതിയിലും സൈജു കുറുപ്പിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഇത് അത് സൈജുവിന് മാത്രമേ പറ്റൂ. ടെൻഷൻ ഞാൻ നേരത്തെ ഇങ്ങനെ കൈ അടിച്ചത് ടെൻഷൻ വേണ്ടാന്നുള്ളതല്ല, ഞാൻ ഇൻസെക്യൂർഡ് അല്ല. സൈജു ചെയ്യുന്ന കഥാപാത്രം സൈജുവിന് വേണ്ടിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് സൈജു. ഇപ്പൊ നിഖിൽ എന്റെ നല്ല ഫ്രണ്ടാകാൻ കാരണം നിങ്ങൾ ഭാര്യ ആയതുകൊണ്ട് പറയുമല്ലേ, അദ്ദേഹവും ഇൻസെക്യൂർഡ് അല്ല. ഈ ഇൻസെക്യൂരിറ്റി നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. Okay, so we are great friends, and in fact Nikhil is a better friend than me. നിഖിലിന്റെ ഫ്രണ്ട് സർക്കിൾ അറിയാമല്ലോ എത്രമാത്രം വലിപ്പമുള്ള ചെയിൻ ആണെന്ന്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി ഈസ് നോട്ട് ഇൻസെക്യൂർഡ്. ഇൻസെക്യൂരിറ്റി എവിടെ നമുക്ക് മനസ്സിൽ വന്നു അവിടെ നമ്മുടെ പെർഫോമൻസിനെയും ബാധിക്കും, നമ്മുടെ ഫാമിലി ലൈഫിനെയും ബാധിക്കും, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ലൈഫിനെയും ബാധിക്കും, നമ്മുടെ ലൈഫിനെ മൊത്തം ബാധിക്കും. ബിക്കോസ് നമ്മൾ ഈ നെഗറ്റിവിറ്റിയാണ് നമ്മൾ ഉള്ളിൽ കയറ്റുന്നത്. എന്തിനാണ്? ഒരു കാര്യം ഉറപ്പാണ്, ആർക്കും ആരും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോ ഒരു ആക്ടർ ഇല്ലാന്ന് വെച്ചിട്ട് ആ ആക്ടറിന്റെ പ്ലേസ് ഈ ആക്ടറുടെ അടുത്ത് പറയാൻ പറ്റില്ല. മറ്റേ ആക്ടർ ഒരു പ്ലേസ് ഉണ്ടാക്കി, അല്ലെ? അവർക്ക് ചെയ്യാൻ വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള സ്റ്റൈലിലേക്ക് ആ കഥാപാത്രത്തിന് ഈസി ആയിട്ട് മാറ്റാൻ വേണമെങ്കിൽ. പക്ഷെ സൈജു ചെയ്യുന്നതിലൊന്നും എനിക്ക് തോന്നുന്നില്ല കാണുന്ന ഒരു, അത് സൈജുവിനെയും ഞാൻ ഈ പറയുന്ന പോലെ ഇതാക്കുന്നല്ല, സൈജുവിന്റെ ബോഡി ലാംഗ്വേജും സൈജുവിന്റെ ഒരു ഇതും അത് വേറെ ആർക്കും അത് ഒരു ഇറീപ്ലേസിബിൾ ആയിട്ടുള്ള ഒരു ഇതിലായിട്ടാണ് എപ്പോഴും തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് സൈജുവിന്റെ ഹൈറ്റും ആ ഒരു ഇതും സൈജുവിന്റെ കണ്ണുകൾ ഇതൊക്കെ ആയിരിക്കാം ചിലപ്പം അതിനൊരു സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ടാവുക. ആണോ? അല്ല, ആയിരിക്കാം. ഈ കണ്ണുകളൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. അതായത് ഈ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഈ ഇതിപ്പം നമ്മുടെ തടി കുറയ്ക്കുന്നതും കൂട്ടുന്നതും പോലെ കണ്ണിന്റെ വലിപ്പം കുറയും കൂടുകയും ചെയ്യുന്നില്ല. ബട്ട് ഇപ്പം എന്നോട് എന്റെ നല്ല സുഹൃത്താണ് ടെസ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞ, എടോ ചിലപ്പം തന്റെ മോഹം ഈ കോമഡിക്കൊക്കെ പാകപ്പെട്ടത് ഈ 2012 അതാണ് ട്രിവാൻഡ്രം ലോഡ്ജിലെ കഥാപാത്രം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തത്, ഏൽക്കുകയും ചെയ്തത്. അപ്പൊ ആയിരിക്കാം. പക്ഷെ സൈജുവിന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് ഈ പല കഥാപാത്രങ്ങളും ചെയ്തു തുടങ്ങിയപ്പം, എന്റെ കണ്ണ് ഇത്ര ഇതായതുകൊണ്ട് എനിക്ക് സെറ്റ് ആവുന്നില്ല, അല്ലെ കണ്ണ് കുറച്ചും കൂടെ സാധാരണ പോലെ, സൈജുവിന്റെ നല്ല ഉണ്ടക്കണ്ണ് നല്ല ഇതല്ലേ, കുറച്ചും കൂടെ ഞങ്ങളുടെ പോലെ ചെറുതായിരുന്നു, അങ്ങനെ എന്തെങ്കിലും സൈജു ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ? പിന്നെ ഞാൻ ഹാപ്പിയാണ് എന്റെ ഫീച്ചേഴ്സിൽ. ഓക്കെ, ബേസിക്കലി ഹാപ്പി ആകാൻ കാരണം ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ. സിനിമ വന്നതിന് ശേഷം ആൾക്കാർ ഇത് പറയുമ്പോഴാണ്. ഇപ്പം ഹരിഹരൻ സാർ പോലും എന്നെ സെലക്ട് ചെയ്യാൻ കാരണം വൺ ഓഫ് ദ റീസൺ വാസ് മൈ ഐസ് ആണ്. അതാണ് എന്നോട് ഒന്ന് പറഞ്ഞത്, നല്ല പൊക്കമുള്ള ഒരു നടനെയും നായകനെയും കിട്ടി, നല്ല കണ്ണുകൾ, എന്നോടത് പറഞ്ഞതാണ്. ഇങ്ങനെ ഉണ്ടക്കണ്ണെന്ന് അങ്ങനെ എന്താണ് അന്ന് പറഞ്ഞത്, നല്ല ഹൈറ്റും ആണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്റെ ഹൈറ്റ് ഒക്കെ ചെക്ക് ചെയ്തു, എന്റെ നായകന്റെ ഹൈറ്റുമായിട്ട് സെറ്റ് ആവുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ്. ശരി, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോ. ഞാനൊരു വൺ ടേക്ക് ആർട്ടിസ്റ്റ് അല്ല. അപ്പൊ ഇപ്പൊ എത്ര സിനിമകൾ ചെയ്തു? എല്ലാ ഷോട്ട്സ് ഒന്നും അല്ല.
ബട്ട് എനിക്ക് മിക്കവാറും ഒക്കെ ഷോർട്സിൽ ഐ മീൻ മിക്കവാറും ഒക്കെ ഷോർട്ട് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് 2-3 ടേക്സ് അല്ലെങ്കിൽ 5 ടേക്ക് ഒക്കെ പോകാറുണ്ട്. താങ്ക്സ് ടു ഡിജിറ്റൽ സിനിമ. ഫിലിം ആയിരുന്നെങ്കിൽ അത് കുറച്ച് കോസ്റ്റ്ലി ആയേനെ. അപ്പം അഗെയിൻ താങ്ക്സ് ടു VKP ദാറ്റ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് ഡിജിറ്റൽ സിനിമ ഇൻ മലയാളം. 3ാമത്തെ ഒരാളായിരുന്നല്ലോ ഫസ്റ്റ് ഡിജിറ്റൽ സിനിമ. അപ്പൊ അന്ന് അത് വന്നപ്പോഴത്തേക്കും സിനിമയുടെ ഒരു ഫീൽ കിട്ടുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. ബട്ട് ദെൻ അൾട്ടിമേറ്റ്ലി ഇപ്പം എല്ലാം ഡിജിറ്റൽ ആണല്ലോ, സിനിമയുടെ ഫീൽ കിട്ടുന്നുണ്ടല്ലോ. സോ അതൊരു ഭയങ്കര എന്നെ പോലത്തെ ആക്ടേഴ്സ് അവർക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. അപ്പം ഈ ഒരു ആക്ടിങ് സ്കില്ല് തനിക്ക് അധികം ഇല്ല എന്ന് സൈജു എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു നടനായപ്പോഴും ഓരോ ക്യാരക്ടർ കിട്ടുമ്പോഴും ഇപ്പോഴും സൈജു അതിന് വേണ്ടിയിട്ട് ഒരു പ്രീ പ്ലാനിങ്ങോ അതിന് വേണ്ടിയിട്ട് ഒരു അഭിനയത്തിന്റെ ഇപ്പം ക്യാരക്ടർ എന്താണെന്ന് അറിയാം നാളെ ചെയ്യാൻ പോകുന്ന സിനിമയുടെ, അപ്പൊ അങ്ങനത്തെ ഒരു ഹോംവർക്ക് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഹോംവർക്ക് ചെയ്യുന്നില്ല. ഇല്ല, എല്ലാം അവിടെ നിന്നുള്ള അനുഗ്രഹമാണ്. ശരിക്കും അപ്പൊ ടേക്കിൽ പോയി ആ ക്യാരക്ടർ നമ്മൾ ഡയലോഗ് കിട്ടി അന്നേരം വന്ന് ടേക്കിലാണ് അതിലേക്ക് ആ ക്യാരക്ടറിലേക്ക് ആവുന്നതും അത് പ്രസന്റ് ചെയ്യുന്നതും. ഡെഫിനറ്റ്ലി. ഓക്കെ. ഞാൻ ആകെ ഒരു സിനിമയ്ക്ക് മാത്രം ഒരു ക്യാരക്ടറൈസേഷൻ എന്താണ് എന്തെങ്കിലും ചേഞ്ച് ആയിരിക്കണമെന്ന് ഓർത്തിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തൊരു ഓൺകോളജിസ്റ്റിനെ ഞാൻ ശരിക്കുള്ള ഒരു ഓൺകോളജിസ്റ്റിനെ പോയി ഞാൻ ഒബ്സർവ് ചെയ്തു. ഐ വാസ് പ്ലേയിങ് ദ ഓൺകോളജിസ്റ്റ് ഇൻ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള. അപ്പൊ അൽത്താഫ് എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് തന്നു. ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കുറച്ച് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് ഒരു സിനിമയിലും ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല. ഇതിൽ മാത്രമാണ് ഞാൻ ഹോംവർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇപ്പം അറക്കലവ് പോലത്തെ ഒരു ക്യാരക്ടർ എനിക്കറിയില്ല അവിടെ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ ദൈവമാണല്ലോ എന്നെ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞിട്ടല്ലോ ഞാൻ സിനിമ വന്നത്, ദൈവം കൊണ്ടുവന്നതാണ്. അപ്പൊ ദൈവം തന്നെ എന്നെ അഭിനയം പഠിപ്പിക്കണം. ഓരോ ക്യാരക്ടേഴ്സ് ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇത് ഞാൻ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പൊ അറക്കലവിന്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ മിഥുനൊക്കെ ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് സിനിമകളിൽ നിന്ന് കുറച്ച് കിട്ടി വരുന്നേ ഉള്ളൂ. അപ്പം ഒന്ന് ഡയറക്ടറെ ഒന്നാമത് പുതിയ ഡയറക്ടറാണ്, ഓം ശാന്തി ഓശാനന്റെ റൈറ്ററാണ്, ഹിറ്റ് പടത്തിന്റെ റൈറ്ററാണ്. അപ്പം ഇദ്ദേഹത്തിനെ ഒന്ന് ഇംപ്രസ് ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ മിഥുനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മിഥുൻ, ഞാൻ ഈ ക്യാരക്ടറിന് എന്തെങ്കിലും മാൻഡ്രസോ എന്തെങ്കിലും പരിപാടി ആസൂത്രണം ചെയ്യണം. എന്റെ പൊന്നു ചേട്ടാ ഒന്നും വേണ്ട, നിങ്ങൾ ആ താടി മീശം വളർത്തിയിട്ട് ലൊക്കേഷനിലേക്ക് വാ, അവിടെ വെച്ച് നമുക്ക് ബാക്കി ചെയ്യാന്ന്. അപ്പം ഞാൻ താടി മീശം വളർത്തിട്ട് പോയി റോണക്സ് അത് ഇങ്ങനെ ബുൽഗാൻ പോലെയൊക്കെ ആക്കി മീശ വിരിച്ചു വെച്ചു. ഇവിടെ ഒരു മാർക്ക് തന്നൊരു ചെറിയ വെട്ടിന്റെ പോലത്തെ കോണ്ടാക്ട് ലെൻസ് വെച്ചു. എന്നിട്ട് തൊപ്പി വെച്ചു, ഡ്രസ് ഇട്ട് അങ്ങനെയായിരുന്നു ആടിന്റെ ഒരു ഇത് വന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോന്നു. സിനിമയിൽ ഒരു ബ്രേക്ക് കിട്ടിയെന്ന് കരുതി എനിക്ക് ചെയ്യാൻ പറ്റാത്ത സിനിമകളോ കഥാപാത്രങ്ങളോ ചെയ്യില്ല എന്ന നിലപാടുണ്ട് ഉണ്ടോ? അതായത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ്. എനിക്ക് സിനിമയിൽ ഇപ്പൊ ഒരു ബ്രേക്ക് കിട്ടി. ഇപ്പൊ സൈജു കുറുപ്പ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു നടനായി എന്തൊക്കെ ക്യാരക്ടർ ചെയ്യുന്നു സൈജുവിനും എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യില്ല, ഇത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെ ഒരു നിലപാട് സൈജുവിനുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു നിലപാടൊന്നുമില്ല. ബട്ട് എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യാറുള്ളൂ. അതേ ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എനിക്ക് മലയാളം ബേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വലിയ പൊളിറ്റീഷ്യനായിട്ട് ഒരു വലിയ പ്രസംഗം ഉള്ളൊരു സീനാണ് ഞാൻ ഒരു പർട്ടിക്കുലർ സിനിമയിൽ ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കുക. ഒരു 2-3 പേജുള്ളൊരു സീനൊക്കെ എനിക്ക് ഒരു നാച്ചുറൽ ആയിട്ട് എനിക്ക് ആ പ്രസംഗം വരില്ല. ഞാൻ വെറുതെ അവിടെ പോയി എല്ലാവരുടെയും ടൈം വേസ്റ്റ് ചെയ്യണോ? അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ അതിനുവേണ്ടി അത്രയും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അത്രയും പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയി ഞാൻ അഭിനയിക്കും. ഇല്ലെങ്കിൽ ഞാനത് ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് ആക്ടേഴ്സ് ഹു ക്യാൻ ഡു ദാറ്റ്, ഹു ക്യാൻ ഹാൻഡിൽ ദാറ്റ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കണം എന്ന് തോന്നുന്നില്ല. ചാലഞ്ച് ആയിട്ടൊക്കെ എടുത്ത കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ അറക്കലബൊക്കെ ആക്ച്വലി ചാലഞ്ച് ആയിരുന്നു. ബട്ട് സംവെയർ ഐ ന്യൂ ദാറ്റ് ഓക്കെ ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. പക്ഷെ ചിലത് നമുക്കറിയാം. ഞാൻ വെറുതെ പോയി അവിടെ ഇപ്പം എൻ്റെ തമിഴ് അത്ര നല്ലതല്ല. ഞാൻ കേരളത്തിൽ ജീവിക്കാത്ത കാരണം ഞാൻ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്റെ തമിഴ് നല്ലതായേനെ. അപ്പൊ തമിഴ് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്, കുറച്ചൊക്കെ പറയാൻ അറിയാവുന്നല്ലാണ്ട്. അപ്പൊ എനിക്ക് ഒരു തമിഴ് ക്യാരക്ടർ ഇപ്പം ആക്ച്വലി ഒരു ഹിന്ദി പടത്തില് ഒരു തമിഴിന്റെ വേഷമായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ സന്തോഷിച്ചോ, ഹിന്ദി പറയാലോ എന്ന്. അപ്പോഴാണ് തമിഴിന്റെ ക്യാരക്ടർ. അപ്പൊ ഞാൻ ഹിന്ദി പടാണല്ലോ, അപ്പം ഹിന്ദി പറഞ്ഞാൽ മതി. അത് പറഞ്ഞില്ല, തമിഴാണ് പറയേണ്ടത്. അപ്പൊ തമിഴ് പറയേണ്ടത് അതിന് കുറച്ച് ഒരു ഈ കവിതയൊക്കെയുള്ള ഒരു ടൈപ്പ് ക്യാരക്ടറായിരുന്നു. കവിത പറയേണ്ട
സോ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഫ്ലുവന്റ് അല്ല, Okay. അത് ശരിക്കും ഒരു തമിഴ് അറിയാവുന്ന ഒരാളെ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, സൈജുവിന് വേണ്ടിട്ട് പറഞ്ഞതാണ് കോഴിക്കട്ട പരിപ്പോട്, അതൊക്കെ അവിടെ ഇരിക്കുകയാണ്. കഴിച്ചോളൂ കേട്ടാ, സംസാരിച്ചോണ്ട് മാത്രം ഇരിക്കണ്ട, എന്റെ ചോദ്യം വരുന്ന സമയത്തിന് കഴിക്കാം. Yes. RRRലെ രാം ചരണിന് വേണ്ടിയിട്ട് ആദ്യം ഡബ് ചെയ്യാൻ പോയത് ഞാൻ, അതായത് സൈജു ആണോ? ഡബ് ചെയ്യാൻ പോയത് സൈജു ആയിരുന്നോ? അല്ലല്ല, അതില്ല, RRRലല്ല. പിന്നെ ഏതിലായിരുന്നു? ജനതാ ഗ്യാരേജില്ലേ? ഓ, അതിലാണോ? ജനതാ ഗ്യാരേജില് ജൂനിയർ NTRന് വേണ്ടിട്ട് എന്റെ വോയിസ് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചാലോട് ഞാൻ ആദ്യം പറഞ്ഞു ഇങ്ങനെ, അപ്പൊ ആരുടെയാന്ന് ചോദിച്ചപ്പോൾ ഇതാണെന്ന് പറഞ്ഞു. സോ ഐ എം ഹാപ്പി ടു ഡബ് ഫോർ ഹിം. പക്ഷെ എന്റെ വോയിസ് പുള്ളിയുടെ പേഴ്സണാലിറ്റിക്ക് ചേരില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല, നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിബി എന്ന് പറഞ്ഞ ഒരാളെ ലാൽ ജോസ് സാറിന്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു, അദ്ദേഹം എന്നെ വിളിച്ചത്. ഞാൻ പോയി പുള്ളിയുടെ തെലുങ്ക് ഡയലോഗ്സ് എനിക്ക് കേൾക്കാം. അപ്പൊ എനിക്ക് മനസ്സിലായത് വർക്കൗട്ട് ആവില്ല. പക്ഷെ ന്യൂസ് വന്ന മൊത്തം ഇങ്ങനെയാണ്, ഈ RRനകത്ത് വേണ്ടിയിട്ട് സൈജുവിനെയാണ് ഫസ്റ്റ് ഡബ് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചത്. അല്ല അല്ലേ? ഫേക്ക് ന്യൂസ് ആണ് അപ്പൊ അത്. ഓക്കെ, ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ന്യൂസ്. ഇങ്ങനെ അറിയാത്ത എന്തൊക്കെ കാര്യങ്ങളാ സൈജു കുറുപ്പിനെ കുറിച്ച് നാട്ടിൽ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയോ? അടുത്തത്, ആർട്ടിസ്റ്റ് വാല്യൂ കൂടിയാലും ചാൻസ് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇല്ല, ഇപ്പോഴും സൈജു അപ്പൊ ചാൻസ് ചോദിക്കാറുണ്ടോ? ആണ്. ഓസ്ലർ എങ്ങനെ കിട്ടിയത്? ആണോ? മിഥുൻ എന്നെ ഓർമ്മയില്ലാത്തതുകൊണ്ടില്ല. മിഥുൻ അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ കാസ്റ്റ് ചെയ്യായിരിക്കും. പക്ഷെ മിഥുനെ വിളിച്ച് ഞാൻ എന്റെ അവസ്ഥയെ പറഞ്ഞു. മിഥുൻ, എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാല് എനിക്ക് വരുന്നത് മുഴുവൻ ലീഡ് റോൾസിന്റെ ഓഫേഴ്സ് എനിക്ക് വരുന്നത്. കഥ പറയാൻ വേണ്ടി വരുന്ന എല്ലാവരും ലീഡ് റോൾസിന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നത്. എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് സപ്പോർട്ടിംഗ് റോൾ ചെയ്യണം. വെച്ചാൽ എന്റെ ഒരു ഏരിയ എന്ന് വെച്ചാൽ സപ്പോർട്ടിംഗ് റോൾസ് ഹാൻഡിൽ ചെയ്യാൻ. അപ്പൊ അതെനിക്ക് വിടാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ അടുത്ത പടത്തിൽ എന്തെങ്കിലും ഒരു വേഷം നിങ്ങൾ, അപ്പം മിഥുൻ്റെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. മിഥുൻ പറഞ്ഞ് ചേട്ടാ ഞാനൊന്ന് ആലോചിക്കട്ടെ. പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ ഞാൻ ഈ ഹോട്ടലിലുണ്ട്, വന്ന ക്യാരക്ടർ പറഞ്ഞാൽ അത് ഞാൻ ഉടനെ അവിടെ. അതുപോലെ കുറുപ്പില് സൈജു അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? കുറുപ്പില് അത് സത്യമായിരുന്നല്ലേ? അതും കേട്ടിട്ടുണ്ട് ഞാൻ. ശ്രീനാഥ് രാജേന്ദ്രന്റെ ഒക്കെ ആദ്യം ചോദിച്ചു, ദുൽഖറിന്റെ ഒക്കെ പറഞ്ഞു, സണ്ണിവേന്റെ ഒക്കെ പറഞ്ഞു, എൻ്റെ അസോസിയേറ്റ് ഉണ്ടെങ്കിലും പറഞ്ഞത് എൻ്റെ ഓർമ്മ. ഇങ്ങനെ പല രീതിയിലും ഞാൻ അപ്രോച്ച് ചെയ്തു ശ്രമിച്ചു. പക്ഷെ എങ്ങും വർക്കൗട്ട് ആയില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇരുന്നപ്പോഴത്തേക്ക് വിനിയെ വിളിക്കാൻ ഞാൻ വിട്ടുപോയല്ലോ. വിനി വിഷ്വലാൽ, പുള്ളിയാണ് റൈറ്റർ. അപ്പൊ ഞാൻ വിനിയെ വിളിച്ചു. അപ്പൊ പിന്നെന്താ സൈജു, ഞാൻ പറഞ്ഞ് വിനി എന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ കുറിപ്പിൽ സൈജു കുറിപ്പുണ്ടോ എന്ന് എന്റെ നാട്ടുകാർ ചോദിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സീൻ മതി. ഞാൻ വിനിയുടെ ഒക്കെ പറഞ്ഞത് ദുൽഖർ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് മതി, ഞാൻ ഹാപ്പിയാണ്. അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഞാൻ സന്തോഷിച്ചോളാം, അത് മാത്രം മതി. അപ്പൊ പുള്ളി എനിക്ക് അപ്പൊ അവരുടെ അടുത്ത ഷെഡ്യൂള് തുടങ്ങാൻ പോവുകയായിരുന്നു. അപ്പം ഇത് എനിക്ക് വേണ്ടി എഴുതാണോന്ന് അറിയില്ല. പക്ഷെ ഇപ്പം തുടക്കത്തിൽ സീനിൽ ഞാനുണ്ട്, ലാസ്റ്റ് സീനിൽ ഞാനുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഈ മഹാരാഷ്ട്രയിലുണ്ടായിരുന്ന എന്റെ സ്കൂൾ കൂട്ടുകാരൊക്കെ കുറുപ്പാണ് എന്റെ ഏകപടം കണ്ടിരിക്കുന്നത്. അവര് രണ്ട് സീനിലല്ലേ ഉള്ളൂ. ഇവരെനിക്ക് മെസ്സേജ് അയക്കുന്നേ ഭയാനക് കാം കിയാ വേ, തൂ തോ ഹീറോ ബൻ ഗയാ വേ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ മൈ ദോ സീൻ മേ അല്ല, നമുക്കാർക്കും പറ്റില്ല, നീയല്ല സിനിമ, നീ ഞങ്ങൾക്ക് ഹീറോ ആണ്. അപ്പൊ കുറുപ്പേ കണ്ടുള്ളവര്. ഓക്കെ, അങ്ങനെ അപ്പൊ സൈജു ഇപ്പോഴും, അപ്പൊ ഇനിയിപ്പോ സൈജുവിന് ആരുടെ സിനിമയിൽ അഭിനയിക്കണം എന്നാണ് ഇങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടെ നിൽക്കണത്? ഇതുവരേക്കും സൈജുന് ഇപ്പൊ ഇത്ര 150 സിനിമയിൽ അഭിനയിച്ചു, പക്ഷെ ഇപ്പോഴും എന്നെ ആ ഒരു ഡയറക്ടർ വിളിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു കമ്പനി വിളിച്ചില്ലല്ലോ, എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ കൂടെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം? നമ്മള് ഒരു 10 വർഷം മുമ്പായിരുന്നു ഈ ഇന്റർവ്യൂ എടുത്തിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് അതാ ഞാൻ പറഞ്ഞു. ഇന്നിപ്പോ സൈജു അഭിനയിക്കാത്ത ഡയറക്ടേഴ്സ് ഇല്ല, സൈജു അഭിനയിക്കാത്ത സിനിമകളും സ്റ്റാർ കാസ്റ്റും ഇല്ല. അതല്ല, ഇപ്പൊ ഞാൻ ഓർക്കുന്നത് ഇന്ത്യൻ സിനിമ കണ്ട വൺ ഓഫ് ദ ലെജൻഡ് ആണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആസ് എ ഹീറോ. അതെ, ഓക്കെ. ഇതിനപ്പുറം ഇനി എന്ത്? ഇനിയിപ്പോ ഞാൻ വേറെ ഒരു മിസ്റ്റർ എക്സ് ആയിട്ടുള്ള ഒരു വലിയ സംവിധായകന്റെ പടത്തിൽ അഭിനയിച്ചാലും ഏത് ലാംഗ്വേജിലായിക്കോട്ടെ ഹരിയൻ സാറിന്റെ അത്രയും പറ്റില്ല. ഓക്കെ. പിന്നെ ഇപ്പൊ ഞാൻ യങ്സ്റ്റേഴ്സ് ആണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത് കൂടുതലും. യങ്സ്റ്റേഴ്സുമായിട്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഓക്കെ. സോ ഞാൻ ആ വഴിക്ക് അങ്ങ് പൊക്കോളാം. എനിക്ക് വേറെ സ്വപ്നങ്ങളൊന്നുമില്ല. ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ അങ്ങ് സേഫ് ആയിട്ടൊക്കെ പൊയ്ക്കോളാം എന്നല്ലേ.
സിനിമയോടുള്ള അടങ്ങാത്ത പാഷൻ കാരണം സ്വകാര്യ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടങ്ങാത്ത ആഗ്രഹങ്ങൾ കാരണമല്ല, ടൈം കിട്ടാത്തത് കൊണ്ട് അവൾ എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് അനു ഇടയ്ക്ക് സജു ഒരു ദിവസങ്ങളൊന്ന് വീട്ടിൽ ഇരുന്നൂടെ, പിള്ളേരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അനുനോട് ഞാൻ തിരിച്ചും പറയാറുണ്ട്, അനു നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതല്ലായിരുന്നു വേണ്ടത്. ഞാൻ പണ്ട് എല്ലാ ദിവസവും വീട്ടിലായിരുന്നല്ലോ. അല്ല അതൊക്കെ സജു, പക്ഷെ കുട്ടികളൊക്കെ ഇപ്പോഴല്ലേ ഗ്രോയിങ് സ്റ്റേജ്. അന്ന് മൈക്കൊക്കെ വളരെ ചെറുതാണല്ലോ. അപ്പൊ ഗ്രോയിങ് സ്റ്റേജിൽ അമ്മയുടെ അത്ര തന്നെ അച്ഛനും ഇമ്പോർട്ടൻ്റ് ആണ് പിള്ളേർക്ക്. അപ്പൊ ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ കഴിവതും എന്താണ് ടൈം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാണ്ട് നഷ്ടങ്ങളില്ലെന്നാണ്. ഇനിയിപ്പോ അനുവിനോട് അതെ, ഒരു ഭാര്യയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ നഷ്ടങ്ങൾ ലിസ്റ്റിങ് കിട്ടുമല്ലേ ഭർത്താവ്. അത് പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്കും നല്ല ഹസ്ബൻഡ് നല്ല, അത് നമുക്ക് അറിയാലോ. ചിലത് അതും നല്ലതാണ് എപ്പോഴും എല്ലാത്തിലും, പക്ഷെ നമുക്ക് കൂടുതലും പെർഫെക്റ്റ് എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ. പക്ഷെ എന്നാലും അനു അക്കാര്യത്തിൽ അത് പറയില്ല എന്ന് തോന്നുന്നു. ജൂനിയർ NTRന്റെ ഒരു സിനിമ, തെലുങ്ക് സിനിമ, ഇപ്പം കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം വിളിച്ചതാ. അതില് എന്നെ വില്ലനായിട്ട് വിളിച്ചായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് പോയില്ല? പക്ഷെ അവർക്ക് 6 months ഡേറ്റ്സ്, ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആയിരുന്നു.